ഹൊറൈസ് വാൽപോൾ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നു, ദിസ് വേൾഡ് ഈസ് എ കോമഡി ഫോർ ദോസ് ഹു തിങ്ക്, ബട്ട് ദിസ് വേൾഡ് ഈസ് എ ട്രാജഡി ഫോർ ദോസ് ഹു ഫീൽ. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ഈ ലോകം ഒരു കോമഡിയെ ആയിട്ടേ ഉള്ളൂ, എന്നാൽ കൂടുതൽ വികാരഭരിതരാകുന്നവർക്ക് ഈ ലോകം ദുഃഖകരമായിരിക്കും എന്ന് പറയുന്നു. കഴിഞ്ഞ മാസമാണ് യു.പിയിലെ ഗാസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് 3 ടീനേജ് സഹോദരിമാർ അവരുടെ ഫ്ലാറ്റിൻ്റെ 9ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ഇതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മാതാപിതാക്കന്മാർ അവരെ ഫോൺ കാണാൻ അനുവദിച്ചില്ല. അവരെ കൊറിയൻ ഗെയിംസിന് അടിമകളായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ സ്കൂളിലും കോളേജിലും പോകുന്നില്ല. അതിലെ മനം നൊന്താണ് അവർ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. നമുക്കറിയാം, മൊബൈൽ ഫോണ് ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. നമ്മുടെ വിരൽത്തുമ്പിലെ വിസ്മയമാണ്. ഇത് സ്മാർട്ട് ഫോൺ എന്നറിയപ്പെടുന്നു. ധാരാളം ഗുണങ്ങൾ നമുക്ക് ഇത് ചെയ്തു തരുന്നുണ്ട്. അത് ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നു, സമയം അറിയാൻ ഉപയോഗിക്കുന്നു, വഴി അറിയാനായിട്ട് ഉപയോഗിക്കുന്നു, ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ധാരാളം ഉപയോഗങ്ങൾ സ്മാർട്ട് ഫോണിന് ഇന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഫോണ് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇതിന് നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഈ ഫോണ് പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ഇത് ബാത്റൂമിൽ കൊണ്ടുപോകും, നമ്മൾ ഇത് ബെഡ്റൂമിൽ ഉപയോഗിക്കും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പോലും ഒരു കയ്യിൽ പലരും മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് നോമോഫോബിയ. നോ മൊബൈൽ ഫോൺ ഫോബിയ. എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ എനിക്ക് വലിയ അസ്വസ്ഥതയാണ്. എൻ്റെ ഫോണിന് ചാർജുണ്ടോ, എൻ്റെ ഫോണിൻ്റെ ചാർജ് ആക്കാറ് സമയമായിട്ടുണ്ടോ, ഫോണിൻ്റെ ബാറ്ററി ഓക്കെയാണോ, എനിക്കിപ്പോൾ വല്ല വിളിയും വരുമോ, എനിക്കിപ്പോൾ ഒരു മറുപടി കിട്ടാനുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, ഒരുതരം ന്യൂറോട്ടിക് ബിഹേവിയർ ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്നതിൽ ഏതാണ്ട് 53% ആളുകൾക്ക് ഈ ഫോബിയ അല്ലെങ്കിൽ ഈ രോഗം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ സ്മാർട്ട് ഫോണിനുള്ള ഈ അഡിക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമോഫോബിയ. നോ മൊബൈൽ ഫോൺ, എൻ്റെ ഫോണ് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഉള്ള അസ്വസ്ഥതയാണ്. ഇപ്പം മൊബൈൽ ഫോൺ കൊണ്ട് നമ്മൾ പറഞ്ഞ ധാരാളം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ മൊബൈൽ ഫോണിൻ്റെ വേറെ ഒരു പേരാണ് സെൽ ഫോൺ. സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തടവറയാണെന്നറിയാം. അപ്പോൾ സെൽ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ തടവറയിലാക്കുന്ന ഒരു ഫോണാണോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരുതരം അഡിക്ഷനാണ്. അതുകൊണ്ട് കുട്ടികളുടെയും യുവജനങ്ങളുടെയും പുതിയൊരു മുദ്രാവാക്യം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, വി വിൽ റൈസ് അവർ ഹെഡ്, വി വിൽ ലുക്ക് അറൗണ്ട് ആൻഡ് വി വിൽ എൻജോയ് ദ പീപ്പിൾ ആൻഡ് ദി ആക്ടിവിറ്റീസ് അറൗണ്ട്. നമ്മൾ സ്വല്പം നേരം തലയൊന്ന് ഉയർത്തി നോക്കണം, ഈ ലോകം ആസ്വദിക്കണം. ആളുകളെയും കാര്യങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ നമുക്ക് കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യണം. നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ഫോൺ ഓൺ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥനയോ എക്സർസൈസോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫോൺ ഓൺ ചെയ്യാവൂ. രണ്ടാമതായിട്ട്, മാതാപിതാക്കന്മാർ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. അവരുടെ ഫോൺ വിളി കുറയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കുറേ നേരം എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. കുറേ നേരം വായനയ്ക്കായിട്ട് മാറ്റി വയ്ക്കുന്നത് മറ്റൊരു നല്ല കാര്യമാണ്. കുറേ നേരം കളികളിലേർപ്പെടാം. ഇങ്ങനെയൊക്കെ നമ്മുടെ സമയം, അതിൻ്റെ ഒരു അലൊക്കേഷൻ മാറുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ നമുക്ക് കുറേയൊന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അമേരിക്കയിലെ വലിയൊരു ഡോക്ടർ റോബർട്ട് ബക്കർ 2 പ്രാവശ്യം നോബൽ പ്രൈസ് അദ്ദേഹത്തിൻ്റെ പേര് ശുപാർശ ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, കാലാവസ്ഥാ വ്യതിയാനത്തെ കഴിഞ്ഞും പരിസ്ഥിതിയുടെ വെല്ലുവിളികളെ കഴിഞ്ഞും ഏറ്റവും നമുക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്
ഈ റേഡിയേഷൻ ഉണ്ടാകുന്ന ഒരു കാന്തിക വലയമുണ്ട്. ഈ കാന്തിക വലയമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ കൊണ്ടുള്ള ദോഷങ്ങൾ? ഒന്ന്, നമ്മുടെ കണ്ണിന് ഇത് ദോഷകരമാണ്. ഇതിലെ ബ്ലൂ ലൈറ്റ് കണ്ണിന് ദോഷകരമാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. നമ്മുടെ ചെവിക്ക് ദോഷമാണ്. ഇതുണ്ടാക്കുന്ന ശബ്ദവീചികൾ അത് ചെവിക്കകത്ത് ദോഷം ചെയ്യും. വണ്ടി അപകടങ്ങൾ കൂടുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കുഴപ്പമാണ്. നമുക്ക് ഉറക്കമില്ലായ്മ അതൊരു പ്രധാന പ്രശ്നമാണ്. എക്സ്പേർട്സ് പറയുന്നുണ്ട്, ഉറങ്ങാൻ പോകുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും ഫോണെല്ലാം ഓഫ് ചെയ്യണം. എല്ലാ ഇലക്ട്രോണിക് അപ്പാരറ്റസുകളും എല്ലാ ഉപകരണങ്ങളും ഓഫ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ പോകുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ കുട്ടികൾ, യുവജനങ്ങൾ നെഗറ്റീവ് പേഴ്സണാലിറ്റികളായി മാറുന്നു എന്നുള്ളത് മറ്റൊരു ദുരന്തമാണ്. ഇങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ മൊബൈൽ ഫോൺ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിരൽത്തുമ്പിലെ വിസ്മയം നമുക്ക് ധാരാളം ഗുണം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിലേറെ ദോഷം ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്കും യുവജനങ്ങളുമായി. കുട്ടികളെ ക്ലാസ് മുറികളിലും ബെഡ്റൂമുകളിലുമൊക്കെ ഇത് അസമയത്ത് കൂടുതൽ നേരം ഇതിൻ്റെ പിറകിൽ ചിലവാക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ദുര്യോഗമാണ്. അതുകൊണ്ട് കുട്ടികളോടും യുവജനങ്ങളോടും വലിയവരോട് പോലും പറയാനുള്ളത്, പ്ലീസ് റൈസ് യുവർ ഹെഡ് ആൻഡ് സീ ദ വേൾഡ് അറൗണ്ട് യു ആൻഡ് പ്ലീസ് എൻജോയ് ദ വേൾഡ്.